ആരോഗ്യമേഖല എത്രമാത്രം തകർച്ചയിലായിരുന്നു. ആർദ്രം മിഷനിലൂടെ ആരോഗ്യമേഖലയെ സമ്പുഷ്ടമാക്കാൻ നടപടികൾ സ്വീകരിച്ചല്ലോ. എത്ര വലിയ മാറ്റം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുന്നു. താലൂക്ക് ആശുപത്രികൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യം, മെഡിക്കൽ കോളേജ് ആശുപത്രികൾക്ക് പ്രത്യേക മാസ്റ്റർ പ്ലാൻ, എല്ലാം ആരോഗ്യമേഖലയെ മികവിലേക്ക് നയിച്ചില്ലേ. ലോകത്തെ വിറപ്പിച്ച കോവിഡ് ലോകത്തിലെ അതിസമ്പന്ന രാഷ്ട്രങ്ങളടക്കം മുട്ടുകുത്തിച്ചു. എന്തായിരുന്നു നമ്മളെ അനുഭവം? കോവിഡിന്റെ മൂർധന്യ ദശയിൽ പോലും നാം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ ആരോഗ്യ സൗകര്യങ്ങൾ മറികടന്നു പോകാൻ കോവിഡിനായില്ല. അപ്പോഴും നമ്മൾ ഒരുക്കിയ സൗകര്യങ്ങളാണ് മികച്ചു നിന്നത്. ലോകം അത്ഭുതത്തോടെ നോക്കിക്കണ്ടില്ലേ അത്? അതല്ലേ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ പ്രത്യേകത. ഇപ്പോ തുടർഭരണം 2021 സമ്മാനിച്ചപ്പോൾ ആരോഗ്യരംഗത്ത് വൻ മാറ്റമല്ലേ ഉണ്ടായത്. നമ്മുടെ ശിശുമരണ നിരക്ക്, നവജാത ശിശുമരണ നിരക്ക് അമേരിക്കയിൽ 5.6, കേരളത്തിൻ്റെത് 5. അപ്പോൾ അമേരിക്കയെ കവച്ചു വെക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു. ഇതല്ലേ വസ്തുത. ഇത്തരത്തിലുള്ള മാറ്റങ്ങളല്ലേ ഉണ്ടായിട്ടുള്ളത്. എല്ലാ രംഗത്തും മാറ്റമുണ്ടായല്ലോ. നാട് നല്ല രീതിയിൽ വികസിച്ചു വന്നല്ലോ. ഇപ്പോൾ 2021 തുടർ ഭരണമാണല്ലോ നമ്മുടെ കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സഹായിച്ചത്. അതിദാരിദ്ര്യമുക്തം ലോകത്ത് അപൂർവ രാഷ്ട്രങ്ങൾക്ക് മാത്രമേ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ കേരളത്തിന് അത്തരമൊരു പ്രഖ്യാപനം നടത്താനായപ്പോൾ ലോകം തന്നെ അത്ഭുതപ്പെട്ടു. രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് അത് ആലോചിക്കാൻ കഴിഞ്ഞോ? ആലോചിക്കാൻ കഴിയില്ലല്ലോ. കാരണം ആലോചിക്കണമെങ്കിൽ ജനങ്ങളോട് പ്രതിബദ്ധത വേണം. ഇപ്പം നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള രാജ്യമാണ്. ആ ദരിദ്രാവസ്ഥക്ക് എന്താ കാരണം? രാജ്യം ഭരിച്ച ഗവൺമെൻറ്റുകളല്ലേ. ഇപ്പോൾ ഭരിക്കുന്നത് നരേന്ദ്രമോദി നേതൃത്വമുള്ള ഗവൺമെൻറ്. നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്കാണ് അവരുടെ പിന്തുണ. ജനങ്ങൾക്ക് നൽകിയ ആനുകൂല്യങ്ങൾ ഓരോന്നായി പിൻവലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫലമെന്താ? കോർപ്പറേറ്റുകൾ തടിച്ചു കൊടുക്കുന്നു, സമ്പന്നർ അതിസമ്പന്നരാകുന്നു, പാവപ്പെട്ടവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു, ദരിദ്രരുടെ എണ്ണം കൂടുന്നു, ദാരിദ്ര്യത്തിൻ്റെ മൂർച്ച കൂടുന്നു. ഇതല്ലേ രാജ്യത്തിൻ്റെ അവസ്ഥ. എന്തുകൊണ്ടാണിത്? നയമാണ് പ്രശ്നം. അവരംഗീകരിച്ച ആഗോളവൽക്കരണ നയം, ആഗോളവൽക്കരണ നയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണിത്. ആഗോളവൽക്കരണ നയത്തിൽ കോർപ്പറേറ്റുകൾക്കാണ് സ്ഥാനം, ജനങ്ങൾക്ക് സ്ഥാനമില്ല. ഈ നയം BJP ഇപ്പം തീവ്രമായി നടപ്പാക്കുന്നു. പക്ഷേ BJPയുടേതല്ല ഈ നയം. ഈ നയം ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ്സാണ്, നരസിംഹറാവുവിൻ്റെ കാലത്ത്. ഇതേ നിലയിൽ തന്നെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലം, ജനങ്ങൾക്കെതിര്. രണ്ടു കൂട്ടരും, കോൺഗ്രസും BJPയും
ഒരേ നയമാണ്, അതിലൊരു മാറ്റവും അവർക്കില്ല. ആ നയമല്ല LDF-ന്. അതുകൊണ്ടാണ് LDF-ൻ്റെ കാലത്ത് പുരോഗതി ഉണ്ടാകുന്നത്. LDF ജനപക്ഷത്താണ്, പാവപ്പെട്ടവരെയാണ് കൂടുതൽ പരിഗണിക്കുന്നത്. കോർപ്പറേറ്റുകളെ മാത്രം പിന്താങ്ങുന്ന കോൺഗ്രസ് BJP നയമല്ല. അതുകൊണ്ടാണ് 64,006 കുടുംബം അതിദരിദ്രാവസ്ഥയിൽ എന്ന് കേട്ടപ്പോൾ LDF എന്ന മുന്നണിക്ക് അവരെ അതിദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചുകൂടെയെന്ന് തോന്നുന്നത്. അങ്ങനെയാണ് നടപടികളിൽ കടന്നത്. 64,006 കുടുംബവും മോചിതമായപ്പോഴാണ് കേരളം അതിദാരിദ്ര്യമുക്തമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഇത് LDF അല്ലെങ്കിൽ സാധിക്കുമോ? ഇതാണല്ലോ കേരളത്തിൽ ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഇങ്ങനെ ഓരോ രംഗവും എടുത്ത് LDF ആയതുകൊണ്ട് മാത്രമാണ് ഈ നേട്ടമുണ്ടായത് എന്നാണല്ലോ ജനങ്ങൾ കാണുന്നത്. ഇപ്പം നമ്മൾ ഇവിടെ നേടിയ സാമ്പത്തിക രംഗത്തെ പുരോഗതിയെക്കുറിച്ച് നേരത്തെ സഖാവ് ബാലഗോപാൽ പറയുകയുണ്ടായി. ഇതിൽ സാധാരണഗതിയിൽ കേന്ദ്രത്തിൻ്റെ കൂടി സഹായം വേണമല്ലോ. തന്നോ സഹായം? എല്ലാ ഘട്ടത്തിലും കേരളത്തെ തകർക്കുന്ന സമീപനമല്ലേ. നമ്മൾ വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. 2018 മഹാപ്രളയം, തൊട്ടു പിന്നാലെ വന്ന അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ഒരിടവേള ശരിക്കുണ്ടായില്ല, അപ്പോഴേക്കും കോവിഡ്. ഇതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. ഇതെല്ലാം പോരെ ഒരു നാട് തകരാൻ? നൂറ്റാണ്ടിലെ മഹാപ്രളയം നമ്മളെ നാടിനെ അങ്ങ് തകർത്തെറിയായിരുന്നില്ലേ? സഹായം വേണ്ടേ നമുക്ക്? മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും സഹായം കേന്ദ്രം ചെയ്തല്ലോ, നമുക്ക് മാത്രം സഹായമില്ല. നമ്മളെ സഹായിക്കാൻ തയ്യാറില്ല. ചില രാജ്യങ്ങൾ നമ്മെ സഹായിക്കാൻ തയ്യാറായി. ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന മറുപടി അവരോട് ഇന്ത്യ ഗവൺമെൻറ്. എന്തൊരു ക്രൂരമായ സമീപനം! ഇപ്പോ മുണ്ടക്കൈ, ചൂരൽമല എല്ലാവരും പ്രതീക്ഷിച്ച് സഹായിക്കും. സഹായിച്ചോ? നമ്മുടേത് ദുരനുഭവമല്ലേ?